ദേവീ ഭക്തരുടെ അതിവിശിഷ്ടമായ ഒരു ഗ്രന്ഥമാണ് ദേവീ മാഹാത്മ്യം. ആദിപരാശക്തിയുടെ എല്ലാ വർണ്ണനകളും പ്രതിപാദിച്ചിട്ടുള്ള 700 മന്ത്രങ്ങളടങ്ങിയ മഹാഗ്രന്ഥമാണ് ദേവീ മാഹാത്മ്യം. സത്യസ്വരൂപിണിയും നിത്യനിരാമയയും ആനന്ദദായിനിയും സന്താപനാശിനിയുമായ ആറ്റുകാലമ്മയുടെ അനുഗ്രഹത്തിനായി വ്രതദിവസങ്ങളിൽ ഭക്തിയോടുകൂടി ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ആഗ്രഹസാഫല്യവും കാര്യവിജയവും ഫലം. ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്താൽ ശത്രുജയം, ദാരിദ്ര്യശമനം, വിദ്യാലാഭം, ധനം, സമ്പത്ത്, ഭൂതപ്രേത ദോഷശാന്തി, സന്താനലാഭം ഇവ ലഭിക്കും. സുമേധസ്സു മഹർഷി സുരതൻ എന്ന രാജാവിനോടും കൂട്ടുകാരനായ ഒരു വൈശ്യനോടുമാണ് ദേവീ മാഹാത്മ്യത്തിലെ കഥകൾ പറയുന്നത്. 700 മന്ത്രങ്ങൾ അടങ്ങിയതിനാൽ ഈ ഗ്രന്ഥത്തിന് ദുർഗാ സപ്തശതി എന്നും പേരുണ്ട്. പൊങ്കാലയിടാൻ വ്രതമെടുക്കുന്ന എല്ലാ ഭക്തരും ഭക്തിയോടുകൂടി ഈ ഭാഗം കേൾക്കൂ. സർവ്വ ഐശ്വര്യങ്ങളും ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാകും. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ലോകമാതാവേ നാഥേ ശരണ്യേ നാരായണീ ഭോഗമോക്ഷദേ സർവമംഗളേ വിഷ്ണുമായേ പാർവതീ ഭഗവതി ഭാരതീ ലക്ഷ്മീ ദേവി ദേവവാഹിനി ഗംഗേ ഭുവനേശ്വരി ഭദ്രേ നിന്തിരുവടി മമ നാവിന്മേൽ വസിക്കേണം സന്തതം വന്ദിക്കുന്നേൻ കരുണാലയേ തായേ. കുംഭീന്ദ്രവദനനാം തമ്പുരാൻ ലംബോദരൻ സംപ്രതി വിഘ്നം തീർത്തു തുണച്ചിടുക വേണം. കുംഭീന്ദ്രാസുരവരവന്തിയാം മഹേശനും കുംഭീന്ദ്രൻ തന്നെ പരിപാലിക്ക മുകുന്ദനും അംബജോത്ഭവൻ താനും നാരദ മുനീന്ദ്രനും ലംഭാരി മുമ്പായുള്ള നിലീംബകദമ്പവും വ്യാദവ്യാസനും ആദികവിയാം വാൽമീകിയും വേദവേദാന്തജ്ഞന്മാരായ ഭൂദേവന്മാരും രാമനാമാചാര്യനും ആവോളം തുണയ്ക്കേണം. മാമുനി ശ്രേഷ്ഠൻ മാർക്കണ്ഡേയനും തുണയ്ക്കണം. ദേവിതൻ മാഹാത്മ്യത്തെ ചൊല്ലുവാൻ കിളിമകളാവോളം വന്ദ്യന്മാരെ വന്ദിച്ചു ചൊല്ലിടിനാൾ. സാവർണ്യനാകും എട്ടാമനുത്തൻ മാഹാത്മ്യവും പൂർവജന്മാദികളും കേട്ടുകൊള്ളുവിനെങ്കിൽ ആദിത്യ തനയനായി ദേവിതൻ ഭക്തന്മാരിലാധിക്യം കലർന്നീടും അഷ്ടമനനുശ്രേഷ്ഠൻ മുന്നം അസ്വാരസ ജിഷ്മാവാകിയ മന്നൊന്തരേ മന്നവൻ ചൈത്രവംശം തന്നിൽ ഉത്ഭൂതനായാൻ. നാമവും സുരതൻ എത്രയും കീർത്തിയോടെ ഭൂമിയെ അടക്കി വാണിടിനാൻ ചിരകാലം. പൗരസ്യന്മാരാം പുത്രന്മാരെ എന്നതുപോലെ പാരിലെ പ്രജകളെ രക്ഷിച്ചാൻ വഴി പോലെ. അക്കാലം ലോകവിദ്വാംസികളാം ശത്രുക്കൾ ഉൾക്കരുത്തോടെ യുദ്ധം ചെയ്തു തോറ്റതു നേരം പൃഥ്വിമണ്ഡലമെല്ലാം ശത്രുക്കളടക്കിനാരെത്രയും വിഷണ്ണനായി ചമഞ്ഞാൻ സുരതനും. നിജദേശാധിപനായി ചമഞ്ഞാനതുകാലം സ്വജനങ്ങൾക്കും ബഹുമാനമില്ലാതെ വന്നു. ദുഷ്ടന്മാരേറ്റം ബലവാന്മാരും അമാത്യന്മാരാമൊന്നൊഴിയാതെ കോശമടക്കി കൊണ്ടാരല്ലോ
അക്കാലം കൃതസ്വാമിയാകിയ സുരതനും ദുഃഖിച്ചു പുറത്തിങ്കലിരിക്കും കാലത്തിങ്കൽ ഏകാകിയായി നൃപൻ കുതിരപ്പുറമേറി ശോകേന വനം പുക്കു. മൃഗയാവ്യാജ്യത്തോടെ തത്രൈവ കാണായതൊരാശ്രമം മനോഹരം ഉത്തമൻ സുമേധസാം താപസൻ വാഴും ദേശം. ഭൂപതി തപോധനനെ പാദങ്ങൾ വണങ്ങിനാൻ താപസപ്രവരനാം സൽകൃതനായ നൃപൻ. അങ്ങനെ പലദിനം അവിടെ വാണിടിനാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിനാൻ വനാശ്രമേ. അക്കാലം മനസ്സിങ്കൽ മമത്വം വർദ്ധിക്കയാൽ ഉൾക്കാമ്പിലോരോ വിഷയങ്ങളെ നിരൂപിച്ചു. എന്നുടെ രാജ്യമുന്നം കഴിഞ്ഞ രാജാക്കന്മാർ നന്നായി ധർമ്മത്തോടെ പരിപാലിച്ചിടിനാൻ. ഞാനും ഔവണ്ണം തന്നെ രക്ഷിച്ചേൻ പലകാലം. ദാനധർമാദികളും വഴിയേ ചെയ്തേനല്ലോ. ഇക്കാലം അസംതൃപ്തന്മാരായോരമാത്യന്മാർ ദുഃഖിപ്പിച്ചിടുകയോ മൽപ്രജകളെയെല്ലാം. സൽക്കാരപൂർവം വഴിയെ പരിപാലിക്കയോ നിഷ്കൃപന്മാരെത്രയും എന്തറിയാവതയ്യോ. ശൂരനാം കരിവരൻ എന്തു ചെയ്യുന്നതിപ്പോൾ വൈരികളുടെ വശത്തായി വന്നു വിധിവശാൽ. ആരുള്ളതെന്നെപ്പോലെ ലാളിപ്പാൻ മറ്റാരാനും കൊടുത്താലും ഭുജിക്കയില്ല മുന്നം. എന്നെ സേവിച്ചു പൊറുത്തേടിന ജനങ്ങൾക്കു അന്യഭൂപാലന്മാരെ സേവിച്ചാൽ പൊറുതിയോ. പുത്രനും പത്നിതാനും എന്തു ചെയ്യുന്നോരിപ്പോൾ വൃത്തിയെ രക്ഷിക്കയോ ദുർവൃത്തി കൈക്കൊള്ളുകയോ. സ്വർഗതുല്യങ്ങളായ ഭവനനിരകളും സ്വർഗസ്ത്രീകൾക്കു തുല്യന്മാരായ നാരിമാരും എന്തു ചെയ്വതു പാർത്താലേതുമൊന്നറിഞ്ഞില്ല. സന്തതം അസഭ്യതം ചെയ്യുകയോ ധനമെല്ലാം. ഇത്തരം പല പല ചിന്തയാ വിവശനായി എത്രയും പീഡയോടും വർത്തിക്കും ദേശാന്തരേ. കാണായിതൊരു വൈശ്യൻ തന്നെയും ഒരു ദിനം ക്ഷോണീപാലനും അവൻ തന്നോട് ചോദ്യം ചെയ്താൻ. ആരെടോ ഭവാനിക കാനനെ വന്നിടുവാൻ കാരണമെന്തു മുഖം പാടുവാനെന്തു മൂലം. ഏതാനും ഒരു ദുഃഖം ഉണ്ടെന്നു തോന്നും കണ്ടാൽ സാദരം പരമാർത്ഥം ചൊല്ലുകെന്നോടു സഖേ. ഇത്തം ഭൂപതിവാക്യം കേട്ടോരു വൈശ്യൻ താനും എത്രയും വിനീതനായി ഉത്തരം മൂര ചെയ്താൻ.